കൊലോസ്യർ ലേഖനം 4-ാം അധ്യായം 2-ാമത് അവിടെ പറയുന്നത്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. അപ്പം ഒരു പ്രത്യേകമായ കൽപ്പന പോലാണ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. പ്രാർത്ഥനയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറ്റിരിക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂ ഇൻ പ്രയർ. ഇടയ്ക്ക് വെച്ച് പ്രാർത്ഥന നിർത്തരുത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉത്സാഹവും ക്ഷീണമില്ലാതെ ഉറച്ചു നിൽക്കണം. നമുക്ക് പറ്റുന്നത് പലപ്പോഴും നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് അങ്ങ് ഉത്സാഹം നഷ്ടപ്പെടും. പ്രാർത്ഥിക്കാനുള്ളൂ കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങ് ക്ഷീണിച്ചു പോകും. അങ്ങനെ ആകരുത്. പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. ആദ്യം കാണിക്കുന്ന ഉത്സാഹം ഒരു പക്ഷേ പ്രാർത്ഥിച്ച് മുന്നേറുമ്പോൾ ആ ഉത്സാഹത്തിനൊരു വർധനവാണ് ഉണ്ടാകുന്നത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മടുത്തു പോകരുത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. കാരണം ചില കാര്യങ്ങളൊക്കെ നടക്കുവാൻ ചിലപ്പം താമസിക്കും. കർത്താവിൻ്റെ സമയത്താണല്ലോ നടക്കുന്നത്. അപ്പോൾ ആ നടക്കുവാൻ താമസിക്കുമ്പോൾ നമുക്കൊരു ക്ഷീണവും നമ്മുടെ ഉത്സാഹം കുറഞ്ഞു പോകാനും സാധ്യതയുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. ഉത്സാഹത്തിൽ മടുപ്പ് വരരുത്. അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് തളർന്നു പോകരുത്. പ്രാർത്ഥിച്ച് മുന്നേറിക്കോണം. പ്രാർത്ഥിച്ച് പുറകോട്ട് പോവല്ല, പ്രാർത്ഥന പുറകോട്ട് പോവല്ല വേണ്ടത്, പ്രാർത്ഥിച്ച് മുന്നേറണം. ഉത്സാഹവും ക്ഷീണമില്ലാതെ ഉറച്ചു നിൽക്കണം. എന്നിട്ട് പറയാം, നന്ദിയോടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയുന്നവരായിരിക്കണം. നമ്മൾ ആ ഉത്തരത്തിന് വേണ്ടി, ദൈവിക മറുപടിക്ക് വേണ്ടി കാത്തിരുന്നു കൊണ്ട് അതിനകത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതങ്ങ് വിടും. അങ്ങനെ ആകരുത്. പ്രാർത്ഥിച്ച വിഷയം ദൈവം ചെയ്യും നിശ്ചയമായിട്ടും. അതിന് നിശ്ചയമായിട്ടും കർത്താവിൻ്റെ മറുപടി വരും. ആ മറുപടി വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? അതിനായിട്ട് സ്തോത്രം പറയും. ഇപ്പം നമ്മളൊരു വിഷയം പ്രാർത്ഥിക്കുക, ആ വിഷയത്തിന് വേണ്ടി നമ്മൾ കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന എത്തിക്കഴിഞ്ഞു. നിശ്ചയമായിട്ടും അതിന് കർത്താവ് എന്ത് ചെയ്യും? നമുക്ക് മറുപടി അയക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ റോമാലേഖനം 4-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ കാണുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. 4:18 പറഞ്ഞു, നിന്റെ സന്തതി ഈ വണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരുദ്ധമായി എന്ത് ചെയ്തു? ആശയോടെ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എന്താ ചെയ്യണം? ഓരോ ദിവസവും ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്ത് പോകണം. ഒരിക്കലും പ്രാർത്ഥിച്ച് തളർന്ന് പോകരുത്. പ്രാർത്ഥിച്ച് ക്ഷീണിച്ചല്ല പോകണേ. പ്രാർത്ഥിക്കുന്നവൻ്റെ മുഖം പ്രകാശിച്ചിരിക്കും. പ്രാർത്ഥിക്കുന്നവൻ്റെ മുഖത്ത് അറിയാം അവൻ ലഭിച്ചു എന്ന വിശ്വാസം വരുമ്പോൾ അവൻ ധൈര്യമുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ നിരാശപ്പെട്ടു പോകത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ പിന്നെ വറീഡാകത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ നിരാശപ്പെടാതെ തളരാതെ പ്രാർത്ഥിച്ച് മുന്നേറുക തന്നെ ചെയ്യും. അതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. പ്രാർത്ഥിച്ച് തളർന്നു പോകരുത്, പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു പോകരുത്, പ്രാർത്ഥിച്ച് നിരാശപ്പെട്ടു പോകരുത്, പ്രാർത്ഥിച്ച് മുന്നേറണം. പ്രാർത്ഥിക്കും തോറും നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. സ്തോത്രം പറയുന്നത് മുടക്കരുത്. കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിൽ അങ്ങ് ചെയ്തിരിക്കുന്ന അത്ഭുതത്തിനായിട്ട് സ്തോത്രമെന്ന് പറഞ്ഞ് മുന്നേറണം കേട്ടോ. പലപ്പോഴും പിശാച് പറയും നമ്മൾ അത് നടക്കാൻ പോകുന്നില്ല, അതൊക്കെ അങ്ങനെയൊക്കെയാണ്, പല കാര്യങ്ങൾ പ്രാർത്ഥിക്കും ലഭിക്കത്തൊന്നുമില്ല എന്നൊക്കെ ചിന്തകൾ വരും. പ്രാർത്ഥിച്ച കാര്യത്തിൽ ദൈവം അത്ഭുതം ചെയ്യും.